നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളടയ്ക്കാവുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ധന്യമേറിയ കർത്താവേ, നല്ല നിമിഷത്തിൽ ഒരിക്കൽ കൂടെ തിരുസന്നിധിയോട് ചേർന്ന് വരുവാൻ, ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ കർത്താവേ ഇന്ന് പകലിൽ അങ്ങേ ആരാധിച്ച് ഞങ്ങൾ കടന്നുപോയവരാണ്. കണ്ണുനീരോടുകൂടെ ആരെങ്കിലും ഇന്ന് സഭയിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തെ കാണുന്ന, എൻ്റെ വേദന അറിയുന്ന, പലരും നിന്നെ നോക്കി പറഞ്ഞില്ലേ സാധ്യതകളില്ല എന്ന്, പലരും നിന്റെ ജീവിതത്തെ നോക്കി പറഞ്ഞില്ലേ സാധ്യതകളില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ നിന്ന് തമ്പുരാൻ ഇന്ന് നിന്നെ ഈ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചില ചെയ്യുവാനാണ്. ഈ തിരുവചന ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഹൃദയം സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ ഈ കൺവെൻഷൻ യോഗം വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ടു എന്ന് വലിയ സന്തോഷത്തിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ, കർത്താവ് ഈ കൺവെൻഷൻ യോഗം വിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ഇടപെട്ടു എന്ന് വലിയ സന്തോഷത്തിന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഈ കൺവെൻഷൻ യോഗത്തിലൂടെ അങ്ങനെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ആരെല്ലാം കണ്ണുനീരോടുകൂടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ, പ്രിയ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇന്ന് ഈ സമയം കർത്താവ് ഈ പെന്തക്കോസ്ത് ഞായറിൽ പരിശുദ്ധാത്മാവിനാൽ പ്രിയ മക്കളെന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗങ്ങളോടുകൂടെ അനേക ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും കർത്താവ് ജീവിതത്തിൽ ഒരിറ്റ സൗഖ്യമില്ല. എത്രയോ നാളുകളായി കർത്താവ് ആശുപത്രികൾ മാറി 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 കടന്നു ചെന്നിട്ടും രോഗം ശരിയായി കണ്ടെത്തുവാൻ കഴിയാതെ, കർത്താവിന്റെ രോഗം എന്താണെന്ന് ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും ഇന്ന് കൺവെൻഷൻ യോഗത്തിൽ കടന്നു വന്ന കർത്താവെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രിയ മക്കളുടെ ജീവിതത്തിനെ ഇന്ന് സ്വർഗം തുറന്ന് കർത്താവെ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രിയ മക്കളുടെ ശരീരത്തിന്റെ രോഗങ്ങൾ അവർ വിടുവിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത് നിർവിചാര മനസ്സോടുകൂടെ ഇരിക്കാതെ ചില നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധി വിനയപ്പെടുത്തി പ്രാർത്ഥിക്കാമോ? ആരും അടുത്തിരിക്കുന്നവരെ കാണുവാനല്ല, നമ്മുടെ അടുത്തിരിക്കുന്നവർ സംസാരിക്കുവാൻ വന്നവരല്ല. ഇന്ന് ഈ കൺവെൻഷൻ യോഗം, ഈ രണ്ടാമത്തെ യൂണിറ്റ് കൺവെൻഷൻ യോഗം കർത്താവിന്റെ ജീവിതത്തിന്റെ വിടുതലായി കർത്താവ് ഈ കൺവെൻഷൻ യോഗത്തിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആരെല്ലാം ഹൃദയം നിറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട്. കർത്താവേ, പ്രിയ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരുന്നതിനാൽ സ്തോത്രം. കർത്താവേ, സമാധാനമില്ലാതെ ഭവനത്തിനകത്ത് കർത്താവെ സമാധാനം നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയ മക്കളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് മാനുഷിക ശബ്ദമോ മാനുഷിക ഇടപെടലുകളോ കർത്താവ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലപ്പാ. ഇന്ന് ഈ ആരാധനയിൽ ദൈവത്തിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾ കാതോർത്ത് നിൽക്കുമ്പോൾ കർത്താവെ ഇന്ന് നല്ല അങ്ങ് പ്രിയ മക്കളോട് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവെ, പ്രിയ മക്കളുടെ ജീവിതത്തിന്റെ കർത്താവെ പ്രതികൂലങ്ങൾ മാറിപ്പോകുമെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ ആലയത്തിന്റെ കർത്താവെ ഹല്ലേലൂയ പ്രത്യേകിച്ച് കർത്താവ് വാർഡ് കൺവെൻഷനായി ഈ ഭവനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വന്നതല്ല കർത്താവെ, അങ്ങ് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നിന്നതല്ല കർത്താവെ, അങ്ങനെ നിർത്തിയതാണ്. ആരെല്ലാം വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഹൃദയത്തെ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? വഴിയൊരുക്കുന്നവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേലും. ചെറുപാടം. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ കഷ്ടങ്ങൾ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും.
കർത്താവെ, ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവത്തിൽ വിശ്വാസത്തോടുകൂടെ കർത്താവെ പ്രിയ മക്കൾ ഒരുമിച്ച് മക്കളുടെ ജീവിതത്തിൽ അവർ വ്യാപരിക്കുവാൻ കർത്താവെ ആശ്വാസത്തോടെ സമാധാനത്തോടെ കർത്താവെ ഇന്നാണ് കർത്താവെ സ്ഥലപ്പെട്ട പ്രിയ മക്കൾ കടന്നു പോകുവാൻ ഇന്നത്തെ വചനം കർത്താവെ വാഴ്ത്തി നിറക്കി പ്രിയ മക്കളുടെ ജീവിതത്തിന്റെ മേലെ അവർ പ്രധാനമായി പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം നിരാശയോടെ, ആരെല്ലാം ഭാരത്തോടെ, ആരെല്ലാം പ്രതികൂലങ്ങളുടെ അവസ്ഥയിൽ ഇന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്വർഗം തുറന്ന് പ്രിയ മക്കളൊക്കെ സന്ദർശിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ, അതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളുടെ അനുഭവങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ജയമെടുക്കുന്ന കർത്താവെ ഇന്നത്തെ ഈ ആരാധന ഈ ദേശത്തിനും കർത്താവെ ആലയത്തിനും പ്രിയ മക്കളുടെ ജീവിതങ്ങൾക്ക് അതിന് വലിയ അനുഗ്രഹമായിരിക്കാൻ കർത്താവിൽ ഇടപെടുന്ന വിളകൾക്കായി സ്വതന്ത്രം ചെയ്ത് കർത്താവെ അല്ലെങ്കിൽ അടിയന്റെ ശക്തി കണ്ടിട്ടല്ല കർത്താവെ ഇന്ന് പ്രിയ മക്കളുടെ ഹൃദയത്തിന്റെ ഭാരം കണ്ടുകൊണ്ട് അവരുടെ വേദന അറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ ആരാധനയിലൂടെ പ്രിയ മക്കളെ സന്ദർശിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗ അനുഭവങ്ങൾ പൂർണ്ണമായി പ്രിയ മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതിന്റെ സകല ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രിയ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ബന്ധനങ്ങളെയും തകർക്കുന്ന പ്രതികൂലത്തിന്റെ അനുഭവങ്ങളെയും ക്ഷാമദോഷങ്ങളെയും തകർക്കുന്ന ദൈവത്തിന്റെ ഫലം ഇന്ന് ഈ ദേശത്തിന്റെ അല്ലെങ്കിൽ ആരാധന പങ്കെടുക്കുന്ന ആരെങ്കിലും കർത്താവെ കുടുംബ ബന്ധനങ്ങൾ തകർന്ന ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട് വല്ലാത്ത ഇന്നതിന്റെ അനുഭവങ്ങളിലൂടെ പ്രിയ മക്കൾ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പ്രിയ മക്കളൊക്കെ സന്ദർശിക്കുന്ന വിളകൾക്കായി കർത്താവെ ഇന്ന് ഈ ആരാധന അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവചന സന്ദേശത്തിനായി വരുമ്പോൾ നല്ല കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് പറയുക കർത്താവിനോട് നിലയാക്കുന്ന വിളകൾക്കായി സ്തോത്രം. കർത്താവ് വചനം അവർത്തിനപ്പ നമ്മൾ വാഴ്ത്തി നുറുക്കി കർത്താവിനെ നൽകണം. ഞങ്ങൾ കർത്താവിനെ ഭക്ഷിച്ച് തൃപ്തരായി ഇന്ന് ഈ ഹാലലിയ സ്ഥലമിട്ട് കടന്നു പോകുവാൻ അത് കൃപയാൽ ഞങ്ങൾ എല്ലാവരും പരിപാലിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമേൻ. ഹല്ലേലൂയ. പോരാ. ഹല്ലേലൂയ.
ഇത്രയും ആൾക്കാർ ശബ്ദമേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നോ? ഒന്ന് ചിരിക്കാൻ എല്ലാവർക്കൊന്ന് ചിരിച്ചേ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് ഒന്ന് ചിരിച്ചേ. ചിരി കൂടി കൊടുക്കാത്തവരാണ് കൂടുതൽ, അല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധമായ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഏറ്റവും മനോഹരമേറിയ ഈ നല്ല ദിനത്തിന്റെ ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ കൃപ തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് പ്രിയ അച്ഛനുമായി ഒരിക്കൽ കൂടെ ഈ വേദി പങ്കിടുവാൻ അച്ഛൻ തൂങ്ങാമ്പാറ ഇടവകയിലിരിക്കുമ്പോൾ ഒരു വാർഡ് കൺവെൻഷന് ഇതുപോലെ പ്രസംഗിക്കുവാനായിട്ട് കടന്നു പോയത് എന്നൊക്കെ സംസാരിക്കുകയായിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാളൊന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കരുത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുവെങ്കിൽ അത് മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തിരുത്തുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇങ്ങനൊരു അവസരം വഹിച്ചു തന്ന പ്രിയ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഞാൻ അച്ഛനോട് പറയുകയെന്ന് വെച്ചാൽ ഇത്രത്തോളം ആൾക്കാർ ഒരു വാർഡ് കൺവെൻഷൻ വരിക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച പ്രഭാതത്തിലെ ആരാധനകൾ എല്ലാവരും ഒരു മടുപ്പിന്റെ അനുഭവത്തിലൂടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് മധ്യയിൽ അച്ഛനോട് പറയുക വെച്ചാൽ തൂങ്ങാമ്പാറയേക്കാൾ അല്ലേ ഇത്രയും ആൾക്കാരുടെ കൂടുതലാണ്. ദൈവം നിങ്ങളെ ഈ ആരാധന അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി അധ്വാനിച്ച ഈ കൺവെൻഷന് വേണ്ടി ക്ഷണിച്ച പ്രിയ അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കും. അതുപോലെ സഭാ സെക്രട്ടറി ശൈനനും ഞാനുമായി ദീർഘ നാളത്തെ സഹോദര ബന്ധം, അദ്ദേഹത്തിന്റെ ഈ ഇടവകയുമായി ചേർന്നുള്ള ശുശ്രൂഷകളെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ സഭാ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ അംഗങ്ങൾ, ഈ ഭവനത്തിലെ വില്യം ജോസ് സാറും കുടുംബവും, അതുപോലെ ഇന്ന് ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നും പറയാതെ ഇന്ന് ദൈവ വചന ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ശ്രദ്ധയോടുകൂടെ ആ വചനം വായിക്കുന്നത് എല്ലാവർക്കും സുപരിതമാണ്. എന്താണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമ? ആരുടെ ഉപമയാണ്? ആരുടെ ഉപമയാണ്? ഉറച്ചു പറഞ്ഞേ. നിങ്ങളാരും വചനം വായിച്ച് കേട്ടില്ലേ? ആ മകൾ വചനം വായിച്ചു, നിങ്ങൾ ആരും കേട്ടില്ലേ? ആരുടെ ഉപമയാണ്? മുടിയനായ പുത്രന്റെ, അല്ലെ? ഇളയ പുത്രന്റെ അല്ലെങ്കിൽ മുടിയനായ പുത്രന്റെ ഉപമയാണ് നമുക്ക് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. ഈ വചനം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഈ ഉപമ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതലായി പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മകൻ അപ്പന്റെ കയ്യിൽ നിന്ന് നന്മകൾ പ്രാപിച്ചതിന് ശേഷം അവൻ ദൂരദേശത്തേക്ക് കടന്നു പോവുകയാണ്. അവന്റെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് അവൻ ഏകനായി, അവൻ വല്ലാത്ത ഒരു പ്രതികൂലത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ അവൻ എന്തുണ്ടായി? സുബോധമുണ്ടായി, അല്ലെ? സുബോധം ഉണ്ടായപ്പോൾ അവൻ എന്ത് പറഞ്ഞു? കേട്ടില്ല? ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് പോകും. ഇന്ന് ഈ കൺവെൻഷൻ യോഗത്തിൽ ചിലരുടെ ജീവിതങ്ങളിൽ സുബോധം വരുത്തുവാനാണ് ദൈവം ഇന്ന് ഈ ആരാധനയിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സുബോധം വരുമ്പോൾ മകൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഇന്ന് നിങ്ങളായിരിക്കുന്ന ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു സുബോധത്തിന്റെ ദിവസമായി ഇന്ന് ഈ ആരാധന മാറ്റപ്പെടണം. പ്രത്യേകിച്ച് തിരുവചനത്തിന്റെ തുറന്നുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ മടങ്ങി വരുന്ന മകനെ അപ്പൻ ചേർത്ത് പിടിച്ച് സ്വീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. നാം വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ 24-ാമത്തെ വാക്യം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അത് വീണ്ടും ജീവിക്കുന്നു. ഇവർ കാണാതെ പോയിരുന്നു, ഇവരെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് ഈ കൺവെൻഷൻ യോഗത്തിൽ ചിലർ മരിച്ചു പോയിരിക്കുന്നു. അച്ഛാ, ഞങ്ങൾ ഇത്രയും ജീവനോടെ വന്നിരുന്നിട്ട് അച്ഛൻ പറയുന്നു ഇവൻ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ കൺവെൻഷൻ യോഗം വിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങൾ ജീവനെ കണ്ടെത്തി മടങ്ങിപ്പോകുവാൻ, കാണാതെ പോയ ചില അനുഭവങ്ങളിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു സന്ധ്യയായി ഈ സന്ധ്യ മാറ്റപ്പെടണം.
ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. കർത്താവേ, ഈ കൺവെൻഷൻ യോഗം വിട്ട് ഞാൻ മടങ്ങിപ്പോകുന്നത് ഇതിനോടായിരിക്കും, ജീവനോടുകൂടെ ആയിരിക്കും. ആണോ? വിശ്വാസമുണ്ടോ? കർത്താവേ, ഒന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഷൈനൊക്കെ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ ഇടവകയിലുള്ളത്. നിങ്ങളാരും സംസാരിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? ജീവനോടെ. ഉറച്ചു പറഞ്ഞേ, ജീവനോടെ തിരിച്ചു പോകും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പുതിയ നിയമത്തിലെ ഒരു ധൂർത്തപുത്രനെ കുറിച്ച് നാം കേട്ടുവെങ്കിൽ, പഴയ നിയമ വേദഭാഗത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും ഒരു ധൂർത്തപുത്രനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹിസ്കിയ രാജാവിന്റെ മകനായി 12ാമത്തെ വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പഴയ നിയമ വേദഭാഗത്തിൽ വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ആർക്കെങ്കിലും അറിയാമോ ഹിസ്കിയ രാജാവിന്റെ മകൻ ആരാണ്? 2 ദിനവൃത്താന്തം 33-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ മനുഷ്യനെ കാണുവാനായിട്ട് കഴിയും. ആരാണ് ആ മനുഷ്യൻ? ഒന്ന് വേദഭാഗം എടുത്തേ. വേദഭാഗം ഉണ്ടോയും ഉണ്ട്. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യന്റെ പേര് പറയുന്നത് ആരാണ്? കേട്ടില്ല? മനശ്ശെ. ഇന്ന് ഈ ആരാധനയിൽ നാം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് മനശ്ശെയുടെ ജീവിതത്തെ കുറിച്ചാണ്. വേദഭാഗത്തിൽ എത്ര മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്? എത്ര മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്? ഇത് നിങ്ങൾ ബൈബിൾ നോക്കണം. നിങ്ങൾ ഇനി എന്നെ നോക്കിയാൽ എല്ലാവരും നൈസായിട്ട് എല്ലാവരും ബൈബിൾ നോക്കിയാൽ ഡീസൻ്റായിട്ടിരിക്കുകയാണ്. എത്ര മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്? എത്ര വർഷമായി പള്ളി സ്ഥാപിതമായിട്ട്? 65 കഴിഞ്ഞു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ 65 വർഷം കൊണ്ട് നമ്മൾ ആനാട്ടോട് പള്ളിയിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു, മഹത്വപ്പെടുത്തുന്നു, വാർഡ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. എത്ര മനേഷന്മാരുണ്ട്? 5, 6, 3 എത്രയുണ്ട്? ആര് പറഞ്ഞു? 2 മനേഷന്മാരാണ് ഇവിടെ ഉള്ളത് വേദഭാഗത്തിലുള്ളത്. ഒന്നാമത്തേത് 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിന്റെ പേരാണ് എന്ത്? മനശ്ശെ ഗോത്രം അല്ലെ? എന്നാൽ ഇവിടെ 2ാമത്തെ മനശ്ശയെ കുറിച്ച് നാം വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് ഹിസ്കിയ രാജാവിന്റെ മകനായിരിക്കുന്ന മനശ്ശയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയും. അപ്പൻ അമ്മയും ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മക്കൾ ദൈവത്തെ അറിയണമെന്ന് ഉണ്ടോ? ഇല്ല. അപ്പൻ നന്നായിട്ട് ആരാധിച്ചു, അമ്മ നന്നായിട്ട് ദൈവത്തെ വിളിച്ചു, മക്കൾ അതുകൊണ്ട് ദൈവത്തെ അറിയണമെന്നില്ല. ഇവിടെ ഈ തിരുവചനം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഹിസ്കിയ രാജാവിന്റെ ജീവിതം വ്യക്തമായി അറിയാവുന്നവരാണ് നാം ഓരോരുത്തരും. തന്റെ ജീവിത യാത്രകളിൽ, തന്റെ ജീവിതത്തിൽ മരണം തന്റെ മുൻപിൽ നിൽക്കുമ്പോഴും അവർ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നീട്ടിക്കൊടുത്തു. 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തു. ആ ഒരു ജീവിത അനുഭവം മനസ്സിലാക്കിയിട്ടുള്ള ഈ മനേഷ അവന്റെ ജീവിതത്തിലുള്ള പരാജയത്തെയും അവന്റെ മടങ്ങിവരവിനെയും കുറിച്ചാണ് ഇന്ന് ഈ രാത്രി നാം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. എന്തുകൊണ്ടാണ് മനേഷയുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത് എന്ന് ഈ രാത്രി നാം ധ്യാനിക്കുമ്പോൾ, ഇന്ന് ഈ രാത്രി 2 ദിനവൃത്താന്തം 33-ാം അധ്യായം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അതിന്റെ 2ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: യഹോവ ഇസ്രായേൽ മക്കളുടെ മുന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മനേഷയുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ 1ാമത്തെ കാരണം അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തെയും പരാജയപ്പെട്ടു പോകും. നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ ചെയ്യുന്നത്? ഹലോ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? ആണോ അല്ലേ? കുറച്ച് പറയുന്നതാണ്, കുറച്ച് പേരിങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്രദ്ധയോടുകൂടെ നാം വായിക്കുമ്പോൾ ഇന്ന് മനേഷയുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്നുള്ളതാണ്. എന്താണ് അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്ന് പരിശോധിക്കുമ്പോൾ, അവൻ യഹോവയുടെ ആലയത്തിൽ പൂജാഗിരികളെ അവൻ വീണ്ടും പണിത്, ബാൽ വിഗ്രഹങ്ങളെ അവൻ ആരാധിച്ച്, ബലിപീഠങ്ങൾ തീർത്ത്, അശോര പ്രതിഷ്ഠകൾ ഉണ്ടാക്കി ദൈവാലയത്തിനകത്ത് അവൻ ആരാധിക്കുവാനായി തുടങ്ങി. അതുമാത്രമല്ല, ബെൻഹീനോ താഴ്വരയിൽ തന്റെ മക്കളെ കൊണ്ടുചെന്ന് അവൻ അഗ്നി പ്രവേശനം ചെയ്ത് മുഹൂർത്തം നോക്കി ആഭിചാരം ചെയ്ത് അവൻ വെളിച്ചപ്പാടത്തിമാരോട് ചോദിച്ച് അറിഞ്ഞ് അവരുടെ ജീവിതത്തെ വല്ലാതെ ദൈവത്തിൽ നിന്ന് കളങ്കപ്പെടുത്തിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമായി തീർന്നത്. ഞാൻ കൂടെ പറയാം, മുഹൂർത്തം നോക്കി ആഭിചാരം ചെയ്ത്, അത് മാത്രമല്ല വെളിച്ചപ്പാടത്തിമാരോട് അവൻ ചോദിച്ച് അറിയുവാനായിട്ട് പോയി.
ഇന്ന് ഈ ആരാധനയിൽ നാം 65 വർഷത്തെ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മുഹൂർത്തം നോക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. വലിയ സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാനക്കുഴിയുടെ മിഷൻ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ എന്നെ വിവാഹം ക്ഷണിക്കാനായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ മോളുടെ കല്യാണമൊക്കെ അച്ഛാ തീരുമാനിച്ചു. ഇത്രാം തീയതിയാണ്, 11:15 11:45 ഇടയ്ക്കാണ് കല്യാണം. അതാണ് നല്ല ശുഭ മുഹൂർത്തം അല്ലെ? നമുക്കറിയാം മുഹൂർത്തം കുറിക്കുന്ന ഒരുപാടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾ, ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ പള്ളിയുടെ ഡീക്കനല്ലേ ഞങ്ങള്? മോളെ കല്യാണം 11:15 11:45 ഇടയ്ക്ക്. ഞാൻ ചോദിച്ചു, എന്താണല്ലോ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? അപ്പോൾ അച്ഛാ അതാണ് അച്ഛാ നല്ല സമയം. അപ്പോൾ ഞാൻ ചോദിച്ചു, അതാണോ നല്ല സമയം? അച്ഛാ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അതാണ് നല്ല സമയം, അതുകൊണ്ട് ആ സമയത്ത് അച്ഛൻ പറഞ്ഞു. എൻ്റെ പള്ളിയിലല്ല. അപ്പോൾ ഞാൻ ആ കല്യാണത്തിന് പോയി. ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു, നിങ്ങളെ എങ്ങനെയുണ്ട് മോളുടെ ലൈഫൊക്കെ? അച്ഛാ പറ്റിപ്പോയച്ചാ. എന്ത് ചെയ്തു? പറ്റിപ്പോയച്ചാ. ഇന്ന് ഈ ആരാധന ഇരിക്കുമ്പോൾ നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും എന്നാൽ ദൈവിക അനുഭവങ്ങളിലൂടെ അല്ലാതെ ഈ ലോകത്തിന്റെ വഴികളിലൂടെ ആരും നിന്നെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടോ എന്ന് നാം ആരും മറന്നു പോകരുത്. ഇവിടെ മനുഷ്യരുടെ ജീവിതത്തിന്റെ പരാജയം അവർ ദൈവത്തിന് അനിഷ്ടമായി ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കും, നമ്മൾ ആരാധിക്കുന്നു, പക്ഷേ ആരും കാണാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കാണാതെ കാണാതെ എന്ത് വേണം ചെയ്യാമെന്ന് ചിന്തിക്കും. എന്നാൽ നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം ആരും മറന്നു പോകരുത്. ഇവിടെ അവന്റെ ജീവിതത്തിന്റെ പരാജയത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ അവൻ ആഭിചാരവും ശുദ്ധവും പ്രയോഗിച്ചു എന്ന് കാണുവാൻ കഴിയും. നമ്മൾ ആരെങ്കിലും അതിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും എന്നെ അന്തപ്പെട്ടി നോക്കിയാണ്, അച്ഛാ ഇതൊക്കെ എന്താണ് അച്ഛാ അല്ലേ? ആണോ? നിങ്ങൾ നോക്കിയാണ്, അച്ഛാ ഇങ്ങനെയൊക്കെ ഉണ്ടോ അച്ഛാ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഇടവകയിൽ 24 ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ആരാധന ഫ്രണ്ടിലേക്ക് വരും. വന്നപ്പോൾ ഒരു പിതാവിനോട് പറഞ്ഞു, അച്ഛാ 24 കഴിഞ്ഞ് 24 സ്വീകരിച്ചതിന് ശേഷവും എന്നോട് പറയണം, അച്ഛാ ഇവിടെ ഒന്ന് ആരാധിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, കാര്യം നടക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം. ഞാൻ ചോദിച്ചു, അങ്ങനെ എവിടെ പോകുന്നു? അച്ഛാ അത് ഞാൻ അടുത്ത് കാണുമ്പോൾ പറയാം. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഏകദേശം ചൊവ്വാഴ്ചയായപ്പോൾ രാവിലെ ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ എന്നെ കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന ആൾക്ക് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് അച്ഛാ. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ പോയി പണി കൊടുത്തു? അച്ഛാ അത് കോട്ടൂർ വരെ പോയി. കോട്ടൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറ്റി അടിക്കാൻ അറിയാമോ കാര്യങ്ങളെ? ഞാൻ പറയാൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ? കോട്ടൂർ വരെ പോയി അച്ഛൻ ഒരു ചെറിയ പണി കൊടുത്തച്ഛാ. 2 ദിവസത്തിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അങ്ങനെ അന്ന് ഞാൻ അവിടെ പോയി. അന്ന് വൈകുന്നേരം ആ പിതാവിന്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ പപ്പ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്, മെഡിക്കൽ. അച്ഛനത് പറ്റുകയാണെങ്കിൽ രാത്രി ഒന്ന് പോകണം, അച്ഛനൊന്ന് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി ഏകദേശം 10:30 കഴിഞ്ഞപ്പോൾ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. ആ പ്രിയ പിതാവ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കയറിപ്പോയി. കണ്ടു, അല്ലാതെ കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങളെ പണി ഏറ്റവും ഇന്ന് ഈ രാത്രി വചനം കേൾക്കുമ്പോൾ 65 വർഷത്തെ പാരമ്പര്യം പറയുമ്പോൾ നിന്റെ ക്രിസ്തീയ ജീവിതം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ഇന്ന് നാം ഓരോരുത്തരും നോക്കേണ്ടുന്ന രാത്രിയാണ്. ദൈവവിശ്വാസമുണ്ട് എന്ന് പറയുമ്പോഴും, ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുമ്പോഴും, ദൈവത്തിന് അനിഷ്ടമായി ഈ ലോകത്തിന്റെ പിന്നാലെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക്, ദൈവിക അനുഭവങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകുമെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. അല്ലയോ മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ പരാജയം നീ ദൈവത്തിന് അനിഷ്ടമായി ചെയ്തു എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരാം, നിന്റെ ജീവിതത്തിൽ പ്രയാസം വരാം. നീ എത്രത്തോളം ദൈവത്തെ മുറുകെ പിടിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ദൈവകൃപ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. ഇവിടെ തീരുന്നില്ല. ഇവിടെ പറയുന്നുണ്ട്, വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും അവൻ ദൈവാലയത്തിൽ നിയമിച്ചു എന്നുള്ളതാണ്. ആരെങ്കിലും ലക്ഷണം പറയുന്നവരെയും വെളിച്ചപ്പാടത്തിമാരുടെ അടുത്തേക്ക് പോകാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. വലിയ സന്തോഷം. എനിക്ക് ദക്ഷിണ കേരള മഹായിടവകയിൽ നിങ്ങളുടെ പള്ളിക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ളവരെ പരിചയമില്ലാത്തവർ അല്ലേ? ഞാൻ ഇവിടേക്ക് ഒരാളിനെ പരിചയപ്പെട്ടവരോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ വിതുരയ്ക്കപ്പുറത്ത് അടിവരമ്പ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ ഇങ്ങനെ ഒരാളുടെ കാണാം. അപ്പം നമ്മളിതിനെ കണ്ടിട്ടില്ലല്ലോ, ആരാണെന്ന് അറിയണമല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത് പോകുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ രാവിലെ പോകണം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് എത്തണം. ഒരു ദിവസം ഒരു വ്യാഴാഴ്ച രാത്രിയിൽ വിളിച്ചാൽ നമുക്ക് നാളെ രാവിലെ പോകണം,
നമുക്കൊരു 5:30 ഇവിടെ പോകണം. അങ്ങനെ 5:30 യാത്ര പുറപ്പെട്ടു. ഏകദേശം 6:40 ഞങ്ങൾ ഈ അടിപറമ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി. അവിടെ എത്തി ഒരു വീട്, ആ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയത് മോർണിംഗ് ബെൽ അടിച്ചൊരു ഏകദേശം 55 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് ആ ഡോർ തുറന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. ഡോർ അടച്ചു. ഞാനൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെളിയിൽ കൈ കെട്ടി അവിടെ നിന്നു. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. ഫോണൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, വെച്ചാൽ പോവാം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഞാനൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ എന്നോട് വെച്ചാൽ ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, പുറത്ത് നിൽക്കുന്ന ആൾ ശരിയല്ല, അതുകൊണ്ട് ഇന്നൊന്നും നടക്കില്ല. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷണം ചോദിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ നാം എവിടെയൊക്കെ ഓടിയാലും നിന്റെ ജീവിതം ദൈവത്തിന് ഹിതകരമല്ലാത്ത അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ നിന്റെ ജീവിതം പരാജയത്തിന് കാരണമായി തീരും. ഈ 2ാമത്തെ യൂണിറ്റ് കൺവെൻഷനിൽ ഇന്ന് രാത്രി നാം ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, അല്ലയോ മനേഷ്, ഇന്ന് രാത്രി ഏതെങ്കിലും മനേഷമാർ ഇന്ന് ഈ ശബ്ദം കേൾക്കുമെങ്കിൽ ദൈവത്തിന് അനിഷ്ടമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയണം. 2ാമത്തെ മനുഷ്യയുടെ പരാജയത്തിന്റെ കാരണം എന്തെന്ന് രാത്രി നാം പരിശോധിക്കുമ്പോൾ, അവൻ വഷളത്വം പ്രവർത്തിച്ചു എന്ന് നമുക്ക് വേദഭാഗം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. വഷളത്വം പ്രവർത്തിച്ച മനുഷ്യയുടെ ജീവിതം ഇവിടെ തിരുവചനം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിത യാത്രയിൽ ദൈവം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും നൽകി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ എന്ത് ചെയ്യരുത്. വിവർക്കം വരുന്നുണ്ടോ? ഇല്ല. വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടുന്നതായ ഇസ്രായേലിന്റെ രാജാവ് ഇതാ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവൻ മാത്രമല്ല വഷളത്വം പ്രവർത്തിക്കുന്നത്, ആ രാജ്യത്തിലുള്ള സകല ജനത്തെയും വഷളത്വം പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു മനുഷ്യയെ ഈ വേദഭാഗത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി നാം വഷളത്വം പ്രവർത്തിച്ച് ദൈവത്തിന് ഹിതകരമല്ലാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുമെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. ഒരു സുഹൃത്തുണ്ട്, ഞാൻ ഏകദേശം 8 വർഷത്തിന് ശേഷമാണ്, ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് അവനെ കണ്ടുമുട്ടിയത്. കണ്ടുമുട്ടുമ്പോൾ 2 കിഡ്നിയും ഫെയിലൂറായി ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ട് ഭവനത്തിനകത്ത് കിടക്കുകയാണ്. 35 വയസ്സാണ് പ്രായം. ഞാൻ അവനെ കാണുമ്പോൾ എന്നോട് ചേട്ടാ എന്ത് പറ്റി, ഇത്ര ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ നിനക്ക് ഈ ഒരു പ്രശ്നം വന്നത്? അവനോട് പറയാ, ഞാൻ ഡിഗ്രി പഠനം കഴിയുമ്പോൾ തന്നെ ഞാൻ മദ്യപാനം തുടങ്ങി. 22ാമത്തെ വയസ്സിൽ ഞാനൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എനിക്ക് തോന്നിയ വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു. എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരും പറഞ്ഞു, നിന്റെ പോക്ക് ശരിയല്ല. ആരെയും ശ്രദ്ധിക്കാതെ, ആരെയും ഗണ്യമാക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ നടന്നതുകൊണ്ട് ഇന്നതാ 2 കിഡ്നി ഫെയിലൂറായി ഞാൻ ഈ കിടക്കുകയാണ്. ഞാനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആൺമക്കളാണ്. ആ മക്കളെ അവൻ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും, മക്കളെ, നിങ്ങൾ അപ്പനെ പോലെ ആയിപ്പോകരുതേ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ വഷളത്വം പ്രവർത്തിച്ച് ദൈവാലയത്തിൽ നിന്ന് അകന്ന്, കുടുംബത്തിൽ നിന്ന് അകന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്ന്, നിന്റെ സ്വാർത്ഥമായ ജീവിതത്തിൽ ആരെയും ഗണ്യമാക്കാതെ ഈ രാത്രി നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ 2ാമത്തെ പരാജയത്തിന് കാരണം നീ വഷളത്വം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 3ാമത്തെ അവന്റെ പരാജയത്തിന്റെ കാരണം എന്നുള്ളതാണ് അവസരം നഷ്ടമാക്കിയവനാണ് മനീഷ. രാത്രി ദൈവം നിങ്ങൾക്ക് ഒരു അവസരം കൂടെ നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവിക അനുഭവങ്ങളിലേക്ക്, ദൈവ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ഒരു അവസരം കൂടെ നൽകുകയാണ്. ഇവിടെ തിരുവചനം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഇവിടെ 10ാമത്തെ വാക്യത്തിൽ യഹോവ മനേഷയോടും അവൻ ജനത്തോട് സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ചില അവസരങ്ങൾ ദൈവം നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചിട്ടും ചിലപ്പോൾ അച്ഛന്റെ ശബ്ദത്തിലായിരിക്കാം, ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ ദൈവാലയത്തില് പ്രിയപ്പെട്ടവർ നിങ്ങളോടൊന്ന് ഉപദേശിക്കും. നിങ്ങൾ എന്ത് പറയും? അച്ഛന്റെ കാര്യമൊന്ന് നോക്കിയാൽ മതി, അല്ലേ? നമുക്ക് നമ്മുടെ കാര്യമൊക്കെ നോക്കാൻ അറിയാം, അല്ലേ? ചിലയിടങ്ങളിലൊക്കെ നമ്മൾ അച്ഛന്മാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ചില ഭവനങ്ങളിൽ ഈ മദ്യപാനികൾ ഉപദേശിക്കാനായിട്ട് പോകും. ഉപദേശിച്ച് വരുമ്പോൾ ലാസ്റ്റ് അവർ നമ്മളെ ഉപദേശിക്കും. ലാസ്റ്റ് നമുക്ക് തന്നെ തോന്നും,
ഇവനൊരു കുഴപ്പമില്ലല്ലോ, നമുക്കെന്തോ കുഴപ്പം പറ്റിയെന്ന് നമുക്ക് തോന്നും അല്ലേ? അപ്പോൾ ഇവിടെ ജീവിതത്തിന്റെ മുൻപിൽ വീണ്ടും ഒരു അവസരം കൂടെ ദൈവം മനേഷയ്ക്ക് നൽകിയാണ്. അല്ലെങ്കിൽ മനേഷെ, നീ മടങ്ങി വരിക, അല്ലെങ്കിൽ നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുമെന്നൊരു അവസരം കൂടെ ദൈവം നൽകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ, അത് ഗണ്യമാക്കാതെ വീണ്ടും വഷളത്വം പ്രവർത്തിക്കുമ്പോൾ തിരുവചനം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവർ മനേഷയെ കൊളുത്തുള്ളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രാത്രി ഞാൻ പറയട്ടെ, തിരുവചനം നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ദൈവം അവസരം നൽകിയിട്ടും അത് പാഴാക്കിയത് കൊണ്ട് അവരുടെ കയ്യിലും അവരുടെ കാലിലും അവരുടെ കഴുത്തിലൊക്കെയും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അവരെ തൂക്കിയെടുത്തുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ട് അവരുടെ കാരാഗൃഹത്തിനകത്തേക്ക് കൊണ്ട് അവിടെ നിന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഈ വേദഭാഗത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ആരെങ്കിലും പശുക്കളെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, സന്തോഷം. ഈ പശു നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. എന്താണ് അതിന് ഒരു മൂക്ക് കയറിയിട്ടുണ്ട് അല്ലേ? എന്തിനാണ് ആ മൂക്ക് കയറിയിട്ടിരിക്കുന്നത്? പിടിക്കുന്നത്, അതാണ് അച്ഛൻ പറഞ്ഞത് കറക്റ്റ്. പിടിക്കുന്നിടത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചാടി കളിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എന്തെയും ആ മൂക്ക് കയറി പിടിക്കുമ്പോൾ അനങ്ങാതെ തല കുരിച്ച് അവിടെ നിൽക്കും. ഇന്ന് രാത്രി പറയട്ടെ, മനേഷയുടെ ജീവിതത്തിലും അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് അവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം അവനൊരു പിടിയെന്ന് പിടിച്ചു. ഇന്ന് രാത്രി ആരെങ്കിലും ഈ വചനം കേട്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥ പോവുകയാണ്. കേട്ടില്ല? ആർക്കും ദഹിക്കുന്നില്ല. അതോ ഒരു പിടിക്കും. അനങ്ങാൻ പറ്റുമോ? ഇല്ല. ഇവിടെ മനേഷ് അവസരം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അവൻ കാരാഗൃഹത്തിൽ ആയിപ്പോവുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവൻ അശേര പ്രതിഷ്ഠകളെ നോക്കി, വിഗ്രഹങ്ങളെ നോക്കി അവൻ നിലവിളിച്ചിട്ടും ഒരു മറുപടി നൽകുന്നില്ല. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം നിനക്ക് അവസരം നൽകുമ്പോൾ നീ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പരാജയമുണ്ടാകും. നീ ഒറ്റയ്ക്ക് നിലവിളിക്കേണ്ടുന്ന അനുഭവങ്ങൾ, ഒറ്റയ്ക്ക് അയ്യം വിളിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകാതെ ജീവനുള്ള ദൈവത്തിലേക്ക് നോക്കി കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രി ഞാൻ നിനക്കൊരു അവസരം കൂടെ നൽകിയ റെഡിയാണോ? മടങ്ങി വരാൻ തയ്യാറാണോ? രാത്രി കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മടങ്ങി വരവുകൾ എങ്ങനെയാണ് എന്ന് രാത്രി നാം ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ പാടുന്നത് പോലെ, നമ്മൾ പറയുന്നത് പോലെ ജീവിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ആരും മറന്നു പോകരുതാണ്. നമ്മളൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുവോട് പാടാമോ? യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഈ പാടുന്നത് കറക്റ്റാണോ? ആണല്ലേ? ഇത് നമുക്ക് മാറ്റിപ്പാടി നോക്കിയാലോ? പാടാമോ? ഫോണിനോട് ചേർന്നിരിപ്പതെത്ര മോദമേ, റീൽസ് കണ്ട് വാഴുന്നത് എത്ര ഭാഗ്യമേ. ഏതാണ് കറക്റ്റ്? ആദ്യം പാടിയതാണോ രണ്ടാമത് പാടിയതാണോ? രണ്ടാമത് പാടിയതല്ലേ കറക്റ്റ് അല്ലേ? ഇന്ന് ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറയുമ്പോഴും, നാം പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോഴും, നാം വിശ്വസിക്കുന്നെന്ന് പറയുമ്പോഴും, കർത്താവ് അങ്ങയോട് ചേർന്ന് ജീവിക്കുന്നതാണ് എത്രയോ ശ്രേഷ്ഠമെന്ന് പറയുമ്പോഴും, ഇന്ന് രാത്രി നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക, കർത്താവിന്റെ രാത്രി നിനക്ക് വേണ്ടി അവസരം നൽകിയിരിക്കുമ്പോൾ ആ അവസരത്തെ ഉപയോഗിക്കുവാൻ രാത്രി കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കണം. തന്റെ ജീവിതത്തിൽ പരാജയത്തിലൂടെ കാരാഗൃഹത്തിലേക്ക് എത്തിച്ചേരുന്ന മനേഷ അവരവിടെ വെച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. രാത്രി മനേഷയുടെ മടങ്ങി വരവിനെ കുറിച്ച് നാം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഇവരെയും മടക്കിക്കൊണ്ടുവരുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കൈവിട്ട് കളയുന്നവരല്ല, നമ്മെ ഉപേക്ഷിക്കുന്നവരല്ല, നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനേഷയുടെ ജീവിതത്തിലൂടെ ഇന്ന് രാത്രി നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. മനേഷയുടെ ജീവിതത്തിൽ നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അതിന് 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കഷ്ടത്തിലായപ്പോൾ അവൻ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവനവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവരുടെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവരുടെ രാജ്യത്വത്തിൽ തിരിച്ചു വരുത്തി. യഹോവ തന്റെ ദൈവമെന്ന് മനേഷയ്ക്ക് ബോധ്യമായി. തന്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ മധ്യത്തിൽ പറയുകയാണ്, എന്റെ അപ്പന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം.
ആ ദൈവത്തിന് മാത്രമേ എന്നെ ഇവിടുന്ന് വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള മനേശയുടെ തിരിച്ചറിവ് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവന് വീണ്ടും രാജ്യ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു അനുഭവത്തെ ഇന്ന് രാത്രി നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി ആരെങ്കിലും കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തോടുകൂടെ നിലവിളിച്ച ഒരുപക്ഷെ ചില കാലതാമസം എടുത്താലും ചില കുറച്ചുകൂടെ ശ്രേഷ്ഠകരമായ നന്മ നൽകുവാനാണ് ചില കാലതാമസമെന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. ഇവിടെ മനേശയുടെ കഷ്ടത്തിലായിരിക്കുമ്പോൾ അവൻ നിലവിളിക്കുമ്പോൾ ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമെന്ന് അവനോടുകൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവത്തെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. അവൻ മടങ്ങി വരുമ്പോൾ അവൻ തിരിച്ച് ആ രാജ്യത്തിലേക്ക് അവൻ മടങ്ങി വരുമ്പോൾ ഇരുപതിനാം തുടർന്നുള്ള വേറെ ഭാഗങ്ങൾ വായിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. മടങ്ങി വന്ന മനേശ അവൻ വെറുതെ ഇരിക്കുന്നില്ല. പൂജാഗിരികൾ ഇടിച്ചു കളഞ്ഞു, ബലിപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു. അവൻ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരാധിക്കേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച അതേ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണമെന്ന് വിളിച്ചു പറയുന്ന മനേശയുടെ ജീവിതത്തെ ഈ വേദഭാഗത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഇന്ന് പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് രാത്രി നാം ഒന്ന് പരിശോധിക്കണം. എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും തകർന്നു പോയ ചില അനുഭവങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു പറയുന്ന ചില അനുഭവങ്ങളും ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ ഉദാസീനപ്പെടുത്തുവാൻ ജീവനുള്ള ഒരു ദൈവമുണ്ടോ എന്ന് ഇന്ന് രാത്രി മറന്നുകൊണ്ടാണ് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിലപ്പെടുത്തുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഈ മനേശ്വരയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ മടങ്ങി വരുന്ന മനേശ്വര പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരുന്നു, ഞാൻ കാണാതെ പോയിരുന്നു, ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ കൺവെൻഷൻ യോഗത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ നമുക്ക് ശോധന ചെയ്യുക. കർത്താവേ, എനിക്ക് അനിഷ്ടമായ ജീവിതത്തിന്റെ വഴികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, വശനത്വം പ്രവർത്തിക്കുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അങ്ങ് എനിക്ക് അവസരം നൽകിയിട്ട് ആ അവസരത്തെ നഷ്ടപ്പെടുത്തി ഞാൻ കടന്നുപോയ അനുഭവത്തിലൂടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എന്റെ മടങ്ങി വരവെന്റെ രാത്രിയായി തീരുവാൻ ചിലത് വിട്ടുകളഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയായി ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടണം. രാത്രി പറയട്ടെ, കഷ്ടതയിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം ആരും മറന്നു പോകരുത്. ഒരു രാത്രിയിൽ ഒരു പിതാവും ഒരു മാതാവുമായി തങ്ങളുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചതുകൊണ്ട് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു പറഞ്ഞ് വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ഇന്ന് രാത്രി കുഞ്ഞിന് എത്രയും വേഗം തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് എത്തിക്കണം. ആ അപ്പനും അമ്മയും അന്ന് രാത്രി ഒരു വാഹനം ക്രമീകരിച്ച് ആ കുഞ്ഞിനെ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു പറഞ്ഞ് വളരെ സീരിയസ് ആണ്, ഞങ്ങൾക്ക് ഒന്നും പറയുവാനായിട്ട് കഴിയില്ല. ആ കുഞ്ഞിനെ ICU യൂണിറ്റിലേക്ക് മാറ്റി. അമ്മ ICU യൂണിറ്റിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഏകദേശം പ്രഭാതത്തിൽ 5:30 ആയപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഇനി സാധ്യതകളില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാം. അമ്മ നിലവിളിച്ചുകൊണ്ട് ആ ICU യൂണിറ്റ് അകത്തേക്ക് കടന്നു പോകുമ്പോൾ തങ്ങളുടെ ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഒരു വെള്ളത്തുണി ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് വെള്ളത്തുണി മൂടുന്നത്? മരിച്ചു, ഇനി സാധ്യതയില്ല എന്നറിയുമ്പോഴാണ്. അമ്മ നിലവിളിച്ചുകൊണ്ട് ആ വെള്ളത്തുണി വലിച്ചു ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് ആ ICU യൂണിറ്റിന്റെ ആ കട്ടിലിന്റെ അടുക്കൽ മുട്ടുകുത്തിക്കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു, അല്ലയോ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞിന് 1.5 വയസ്സോടെ വളർത്തുവാൻ അങ്ങ് സഹായിച്ചു. അവൻ മരിക്കുന്നതിന് മുമ്പ് കണ്ണു തുറന്ന് അമ്മയെന്ന് കരഞ്ഞ് അല്പം പാൽ കുടിച്ച് അവൻ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞ് അമ്മ കരയുവാനായിട്ട് തുടങ്ങി. അല്പസമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞ് കണ്ണു തുറന്ന് അമ്മയെന്ന് കരയുവാനായിട്ട് തുടങ്ങി. ആ കുഞ്ഞാണ് 35 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയുടെ പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞ് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ കഷ്ടതയുടെ മധ്യത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിൽ നിന്ന് എന്റെ മാതാവ് ജീവനുള്ള ദൈവത്തിലേക്ക് നോക്കിയത് കൊണ്ട് ഇന്ന് രാത്രി ജീവനോടുകൂടെ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നതെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എന്റെ പിതാവ് ഒരു സാധാരണ 4ാം ക്ലാസ്സുകാരനാണ്. ഒരു ചായക്കട നടത്തിയിരുന്ന മനുഷ്യനാണ്. 7 വർഷം മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എനിക്കൊരു സഹോദരിയുണ്ട്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകാത്ത ഒരു സായിപ്പിലാണ് ഞങ്ങൾ പലപ്പോഴും കിടന്നുറങ്ങുന്നത്. പല രാത്രികളിലും എന്നെയും എന്റെ സഹോദരി മടിയിരുത്തിക്കൊണ്ട് എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ, ദൈവമേ, എന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. എന്റെ പപ്പയോടും എന്റെ അമ്മയോടും പറഞ്ഞെന്ന് പറയും, എടാ സുന്ദര, എന്റെ പപ്പയോട് സുന്ദര, നിന്റെ മക്കളും ചായ ഗ്ലാസ് കരി ജീവിക്കും. നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ പഴയ കാലത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, അപ്പൻ മരവെട്ടുകാരനാണെങ്കിൽ മക്കളും ആരാകണം? മരവെട്ടുകാരാകണം. അപ്പൻ കൂലിപ്പണിക്കാരനാണെങ്കിൽ മക്കളും കൂലിപ്പണിക്കാരായി മാറണം. എന്റെ പിതാവിനോടുകൂടെ പറയുമെന്ന് പറഞ്ഞു, എടാ നിന്റെ മക്കളും നിന്നെ പോലെ ആകും. സ്റ്റാറ്റസ് പോരാ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തിയ ഒരുപാട് ഇടങ്ങളുണ്ട്.
ഞാനും എന്റെ സഹോദരി വന്ന് അമ്മയോട് പറയും, അമ്മ ഇന്ന് ഞങ്ങളെ മാറ്റി നിർത്തി. അമ്മ പറയുന്നത് യേശുവിനോട് പറയുക. ഇന്ന് രാത്രി പറയട്ടെ, ആ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ സഹോദരി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞു. ഞാൻ ഇന്ന് ഒരു പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. അറിയേണ്ടുന്ന സമയത്ത് കഷ്ടതയുടെ മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ നിലവിളിച്ചതുകൊണ്ട് 4ാം ക്ലാസ്സുകാരുടെ മകനെ ദൈവം അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന തലമുറകളോട് പറയട്ടെ, നിന്റെ അപ്പനോ നിന്റെ അമ്മയ്ക്കോ നിനക്ക് വിദ്യാഭ്യാസം നൽകുവാൻ കഴിവ് പോരായിരിക്കാം. പക്ഷേ നീ അറിയേണ്ടതുപോലെ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞാൽ നിന്റെ വാലല്ല തലവാക്കുന്ന, നിന്നെ പരിഹസിക്കുന്നിടത്ത്, നിന്നെ മാറ്റി നിർത്തുന്നിടത്ത്, നിന്നെ വീണ്ടും കൊണ്ടു നിർത്തി നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. ഇത് ഞാൻ എന്റെ സഹോദരി പോകുമ്പോൾ മാറ്റി നിർത്തിയവരൊക്കെ എഴുന്നേറ്റ് മാറിത്തരുന്ന ഒരു വലിയ അനുഭവമുണ്ട്. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ടാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുമ്പോൾ വലിയ സാക്ഷികൾ തന്നെയാണ്. നിങ്ങളെ മാറ്റി നിർത്തുന്ന ഇടങ്ങളിൽ നിന്നെ എഴുന്നേൽപ്പിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ ദൈവാലയത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം നഷ്ടപ്പെട്ടു പോയി. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിനകത്ത് കടന്നു പോകാത്ത ഒരു ആശുപത്രികളുമില്ല. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവന് ഒരു സർജറി ചെയ്യണം. പക്ഷെ സർജറി ചെയ്താൽ ശബ്ദം തിരിച്ചു കിട്ടുപോകുന്ന ഒരു ഉറപ്പ് പറയുവാനായിട്ട് കഴിയില്ല. എൻ്റെ അമ്മ പറഞ്ഞു, വേണ്ട, സർജറി ചെയ്യണ്ട. ഞാൻ തിരിച്ചു വരുമ്പോൾ പലരും എന്നെ കളിയാക്കും. സംസാരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് പലരും എന്നെ കളിയാക്കാറുണ്ട്. കളിയാക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ മകനെ നീ ഒന്ന് വിട്ടുവിക്കണേ. പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ അമ്മയോട് പറയും, എടാ നീ ചെറുപ്രായത്തിൽ യേശുവിനോട് പറയണം, യേശുപ്പ ഈ ശബ്ദം ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ വചനം പറയുവാനായിട്ട് കഴിയുമെന്ന് നീ പറയണം. ഞാൻ പള്ളിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും, യേശുപ്പ എൻ്റെ കുഞ്ഞു ഹൃദയം കൊണ്ട് ഞാൻ പറയും, എൻ്റെ അമ്മ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഞാൻ ഏറ്റു പറയും. ഇന്ന് രാത്രി പറയട്ടെ, 2.5 വർഷക്കാലം ഒരു വാക്ക് പോലും സംസാരിക്കുവാൻ കഴിയാതിരുന്ന എനിക്ക് ഒരു സർജറി ചെയ്യാതെ ഇവിടെ വെച്ച് ശബ്ദം നഷ്ടപ്പെട്ടു പോയോ, അവിടെ വെച്ച് എൻ്റെ ജീവനുള്ള ദൈവം എനിക്ക് ശബ്ദം നൽകി. അതേ ശബ്ദം വെച്ചാണ് ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, നീ വെള്ളത്തിലൂടെ കടന്നു പോയാലും അതിനെ കവിഞ്ഞു പോകയില്ല. നീ തീയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും നിങ്ങൾ നടന്നു വന്ന വഴികളെ കുറിച്ച് നിങ്ങളുടെ തലമുറകളോട് പറയുവാൻ കഴിയില്ല എങ്കിൽ നാളെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കഷ്ടതയുടെ മധ്യത്തിലൂടെ നീ കടന്നു പോയാലും നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകാതെ രാത്രി നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കുവാനാണ് കഴിയണം. ഞാൻ സെമിനാരി പഠനത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ കിടപ്പിലാണ്. 1ാമത്തെ വർഷം കഷ്ടപ്പെട്ട് കടന്നുപോയി. 2ാമത്തെ വർഷം ഞാൻ സെമിനാരിയിലേക്ക് പഠിക്കുവാനായിട്ട് പോകുമ്പോൾ അന്ന് 1,02,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. 51,000 രൂപ ആദ്യം പോകുമ്പോൾ അടയ്ക്കണം. ഞാൻ പോകുമ്പോൾ ഏകദേശം ഒരു 35,000 രൂപ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞോടാ, വീട്ടിലൊന്നുമില്ല, നീ ഇവിടെ പോയാൽ എന്തായിത്തീരുന്നു എന്ന് അറിയില്ല, പക്ഷെ നീ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞ് നോക്കണ്ട, ഇപ്പോഴോ. ഞാനന്ന് വേദനയോടുകൂടെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞിടാ, ആരാണെന്നറിയില്ല, വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചാക്ക് നിറയെ ഭക്ഷണ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, ആരാണെന്നറിയില്ല. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പക്ഷേ ഞാൻ സെമിനാരിയിലേക്ക് പോയി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാളെന്ന് ഒരു ദിവസം ഒരു ഞായറാഴ്ച ചാപ്പലിൽ അനൗൺസ്മെന്റ് ചെയ്തു, ഈ ഫസ്റ്റ് സെമ്മിന്റെ ഫീസ്, പകുതി ഫീസ് നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ അടയ്ക്കണം. അടയ്ക്കുമ്പോൾ പ്രത്യേകം പറയുന്ന 51,000 രൂപ ഉണ്ടെങ്കിൽ ഫീസ് വാങ്ങുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിനോദ് അച്ഛൻ, നിങ്ങൾക്കറിയാമായിരിക്കും, കല്ലാമ പള്ളിയിലുള്ള ഒരു വിനോദ് കല്ലാമ. വിനോദ് ഞാൻ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ വിനോദിനോട് ഞാൻ പറഞ്ഞു, വിനോദേ എന്തായിരുന്നാലും പഠനം അവസാനിച്ചു, ഞാൻ നാളെ വീട്ടിലേക്ക് പോകും, നീ എന്നൊന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടണം. ഞാനന്ന് സെമിനാരിയുടെ ഹോസ്റ്റലിലെ പടികൾ കയറുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ ഒന്ന് കഴിഞ്ഞു. ഞാൻ കണ്ണുനീരോടുകൂടെ സ്റ്റെപ്പുകൾ കയറി എൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ ബാഗിലേക്ക് ഞാൻ ഓരോ തുണികൾ പറക്കി വയ്ക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു, ദൈവമേ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഈ പകുതി വഴിയിൽ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വലിയ ഒരു ആകുലതയോടുകൂടെ ഞാൻ കരയുവാൻ തുടങ്ങി. കരയുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. അന്ന് അവിടെ ചെന്നൈ മിഷൻ ഫീൽഡിന്റെ ഇൻചാർജ് ആയിരുന്ന കുമാർ ജയരാജൻ എന്നെ വിളിച്ചു പറഞ്ഞു, നീ ശുശ്രൂഷ ചെയ്ത മിഷൻ ഫീൽഡാണല്ലോ കാഞ്ചീപുരം ട്രാൻസ്ജെൻഡേഴ്സിന്റെ മിഷൻ ഫീൽഡ്, അതായത് ശിഖണ്ഡികളെന്ന് നമ്മൾ വിളിക്കുന്നവരുടെ മിഷൻ ഫീൽഡ്. ഏകദേശം 2.5 വർഷക്കാലയുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരംഭിച്ച ശുശ്രൂഷയിൽ അവർക്ക് 2 തയ്യൽ മിഷൻ ആവശ്യമുണ്ട്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ?
ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നാൽ പഠനം അവസാനിച്ചു. ഞാൻ പറഞ്ഞാ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. ഞാൻ ഈ 10,000 രൂപ ഞാൻ അച്ഛന് നൽകാം. അന്ന് രാത്രി ഞാൻ ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു ഷമ്മാശന്റെ അടുക്കിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ വഴി അന്ന് രാത്രി ഞാൻ അച്ഛന് 10,000 രൂപ അയച്ചു കൊടുത്തു. വീട്ടിൽ 25,000 രൂപയുടെ ബാഗിൽ വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് സകലതും സാധ്യമാണ്, അങ്ങേക്ക് സകലതും സാധ്യമാണ്. അന്ന് രാത്രി ഞാൻ വിഷമത്തോടെ കടന്നു തുടങ്ങി. പ്രഭാതത്തിൽ എൻ്റെ അവസാന ദിവസം ചാപ്പലിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഉള്ളം നുറുങ്ങി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണല്ലോ ഈ ചാപ്പലിൽ. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും പ്രിൻസിപ്പാള് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇന്ന് ഫീസ് അടയ്ക്കേണ്ടുന്ന ഒരു ലിസ്റ്റ് അവിടെ ബോർഡിലിട്ടിട്ടുണ്ട്, നെയിം ബോർഡിലിട്ടിട്ടുണ്ട്, ഇന്ന് തന്നെ ഫീസ് അടയ്ക്കണം. ഞാൻ വിനോദിനോട് പറഞ്ഞു, വിനോദ നീ ഒന്ന് ബൈക്ക് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞ ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ വിനോദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, നിന്റെ പേര് ഈ ലിസ്റ്റിലില്ല. ഞാൻ പറഞ്ഞു, നീ കളി പറയരുത്. ഞാൻ പറഞ്ഞു, നിന്റെ പേര് ഈ ലിസ്റ്റിലില്ല. ഞാൻ ഓടി ഇറങ്ങി വന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ പേരില്ല. ഞാൻ ഓഫീസിലേക്ക് ഓടി ഞാൻ ഓഫീസിൽ പോയി ചോദിച്ചു, നീ റിജു എത്ര രൂപ അടയ്ക്കണം? അദ്ദേഹം പറഞ്ഞു, റിജു 1 രൂപ അടയ്ക്കാനില്ല, റിജുവിന്റെ ഫീസ് എല്ലാം അടച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 2019 എൻ്റെ വീഡിയോ പഠനം പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. 6 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇതുവരെയും ആരാണ് എൻ്റെ ഫീസ് അടച്ചതെന്ന് ഇന്നും എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസത്തിന്റെ മധ്യത്തിലൂടെ സകലവും തീർന്നു പോകുന്ന, സകലവും ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന ഇടങ്ങളിൽ നീ പലപ്പോഴും സ്റ്റോപ്പായി നിൽക്കുന്ന ചില ഇടങ്ങളുണ്ട്. അവിടേക്ക് ദൈവത്തിന്റെ വിധത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിനെ സമർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ പുതിയ വഴികൾ നീ പ്രതീക്ഷിക്കാത്ത, ആരിലൂടെ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമുണ്ടെന്ന് ഇന്ന് രാത്രി നാം ആരും മറന്നു പോകരുത്. ഒരു അനുഭവം കൂടെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഒരുപാട് അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ നാട്ടുപ്രദേശത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് ചോദിക്കുന്നത്? വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലേ? 1 വർഷം കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? കേട്ടില്ല. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും തുടങ്ങിയോ എന്ന് ചോദിക്കും. 2 വർഷം ആയാലും ആർക്കാണ് കുഴപ്പമെന്ന് ചോദിക്കും. എന്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷമായി തലമുറകളില്ല. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിൽ കടന്നു ചെന്ന് 3ാമത്തെ ഉപവാസ ആരാധന കഴിയുമ്പോൾ ഒരു സഹോദരി ഒരു വലിയ സാക്ഷ്യം പറഞ്ഞു. 17 വർഷങ്ങൾ കൊണ്ട് തലമുറയില്ലായിരുന്നാൽ ഈ ഉപവാസ ആരാധനയിലൂടെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നുവെന്ന് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. നൽകണം ചോദിക്കാൻ തുടങ്ങി, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ ലഭ്യമാകുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗം സൗഖ്യമാകുന്നു, എന്തുകൊണ്ട് അച്ഛനൊരു തലമുറയില്ല? ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലായിപ്പോയ അനുഭവത്തിന്റെ മധ്യത്തിലൂടെ ഞങ്ങൾ കണ്ണുനീരോടുകൂടെ കടന്നുപോയി. കൊച്ചമ്മ നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. കൊച്ചമ്മ ചില ദിവസം ഞാൻ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കും, എന്ത് പറ്റി? പുള്ളി പറയാ, ഇന്ന് കുഞ്ഞിനെ എടുക്കാനായിട്ട് ചോദിച്ചു, തന്നില്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് മക്കളെ എടുക്കാനായിട്ട് കൊടുക്കാത്ത ഒരുപാട് വരുന്നുണ്ട്. ഞാനവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. പല ദിവസങ്ങളിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ കരഞ്ഞ് വല്ലാതെ ഹൃദയം പൊട്ടി നിന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. കൊച്ചമ്മ ഒരിടവും പോകാതെയായി ജോലിക്ക് പോകും, തിരിച്ച് ഭവനത്തിലേക്ക് വന്ന് ഭവനത്തിനകത്ത് ആരോടും സംസാരിക്കാതെ ഇരിക്കുന്ന അനുഭവം, വളരെ കണ്ണുനീരോടുകൂടെ കടന്നുപോയ ദിവസങ്ങൾ. ഞങ്ങൾ രാത്രിയാമങ്ങളിൽ മിഷൻ വീടിനകത്ത് ഞങ്ങൾ മുട്ടുമടക്കി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, അല്ലയോ ദൈവമേ, അല്ലയോ ദൈവമേ, ഞങ്ങളെ പരിഹാസത്തിനിടയാക്കി തീർക്കരുത്, ഞങ്ങൾ പരിഹാസത്തിനിടയാക്കി തീർക്കരുത്. രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷം തികഞ്ഞതിന്റെ അന്ന് ദൈവം ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നൽകി. 2023 മാർച്ച് മാസം 9-ാം തീയതി ദൈവം ഞങ്ങൾക്കൊരു മകളെ ദാനമായി നൽകി. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ പരിഹസിച്ചാലും, ആരും നിന്നെ ഒന്ന് ശോധനയിലൂടെ നിന്നെ കടത്തിവിട്ടാലും നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി മറക്കാതെ നിന്റെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നാൽ ദൈവം നിന്റെ പല താഴ്ത്ത ഇടങ്ങളിൽ, പലരും പരിഹസിക്കുന്ന ഇടങ്ങളിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് എന്റെ അനുഭവത്തിലൂടെ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. 2023 മാർച്ച് മാസം 9-ാം തീയതി ഞാൻ തിരുവനന്തപുരം GG ഹോസ്പിറ്റലിൽ എന്റെ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണി. അന്ന് 2:30 മണിക്ക് എനിക്ക് ഫോൺ കോൾ വന്നു. അന്ന് വിളിച്ചത് പാസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുന്ന ജയരാജനാണ്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എത്രയും വേഗം വന്ന് തിരുമേനി ഒന്ന് കാണണം. കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് അച്ഛാ? അപ്പോൾ അച്ഛനാണ് അടുത്ത യൂത്ത് കോർഡിനേറ്റർ. ഇതിനകത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ അത്ഭുതകരമായി നമ്മെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ നാം ഒന്നും, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല. ഒരു സാധാരണ 4-ാം ക്ലാസ്സുകാരുടെ മകനെ ദൈവം അനുഗ്രഹിച്ചത്, ദൈവം വളർത്തിയത് ആ പിതാവിന്റെയും മാതാവിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. അവരോടൊപ്പം താഴ്മയോടുകൂടെ നിലനിന്നത് കൊണ്ടാണ് ദൈവം ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച് നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അഹങ്കരിക്കുവാനൊന്നുമില്ല. ക്ഷണികമാകുന്ന ഈ ലോകത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ നടത്തുന്ന വിധങ്ങളിൽ, നിന്റെ കഷ്ടകാലങ്ങളിൽ നീ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ആ ദൈവം നിന്നെ
ഓർത്തുകൊണ്ട് മറന്നു പോകാതെ ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഫലമേൽപ്പിക്കാമോ? രാത്രി ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ, ഈ കൺവെൻഷൻ യോഗം വിട്ട് കടന്നു പോകുമ്പോൾ നിനക്ക് ജീവനുണ്ടോ എന്ന് രാത്രി ഒന്ന് സ്വയം ചോദിക്കേണ്ടത് രാത്രിയാണ്. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോയ മറന്നുപോയ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ രാത്രി മനേഷ വിളിച്ചു പറയുകയാണ്, എനിക്ക് ജീവൻ തിരിച്ചു വന്ന കർത്താവിന്, എനിക്ക് ജീവൻ തിരിച്ചു വന്ന കർത്താവിന് നിങ്ങൾക്കും ജീവൻ നൽകുവാൻ കഴിയുമെന്ന് മനേഷ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ വിളിച്ചു പറയുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കാമോ? കർത്താവെ, അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇന്നത്തെ കൺവെൻഷൻ യോഗത്തിൽ കർത്താവെ മനേഷയുടെ ജീവിതത്തിലുണ്ടായ ചില വീഴ്ചകൾ, കർത്താവെ ചില അകൽച്ചകൾ ഇന്ന് രാത്രി എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്, വഷളത്വം പ്രവർത്തിച്ച് ഞാൻ നടന്നിട്ടുണ്ട്, കർത്താവെ അവസരം നഷ്ടപ്പെടുത്തി ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു നിമിഷം ഒന്ന് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞാൽ ദൈവം നിന്നെ വെടിവിക്കുന്ന രാത്രിയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി എന്റെ ജീവിതത്തോട് അവിടെ സംസാരിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്താമോ? ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ദൈവബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്നെ നോക്കി പലരും പറയുന്നുണ്ട്, നീ ഒരു ദൂർത്തപുത്രനാണ്, സകലം നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്, സകലം നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്, നിന്റെ അവിവേകം കൊണ്ട് സകലം നഷ്ടപ്പെട്ടു പോയെന്ന് പലരും നിന്നെ കളിയാക്കി പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. രാത്രി ആ ദൈവത്തിന്റെ സന്നിധിയിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നൽകുവാൻ, നിന്റെ ജീവിതത്തെ വെടിവിക്കുവാൻ, എല്ലാം തീർന്നുപോയെന്ന് പലരും പറയുന്ന ഇടങ്ങളിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ ആ കർത്താവിന് കഴിയും. രാത്രി ആരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു? ചില നിമിഷങ്ങൾ കൂടെ പ്രാർത്ഥിച്ച് രാത്രി നാം ഈ കൺവെൻഷനോ യോഗം വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിലും രാത്രിയിൽ മടങ്ങി വരവിന്റെ അനുഭവമായി തീരുവാൻ ചില ആഭിചാരത്തിന്റെ അനുഭവങ്ങളുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ചില പ്രതികൂലത്തിന്റെ അനുഭവങ്ങളുടെ ഭാവി, ദുഷ്ടന്റെ ശക്തികളുടെ ഭാവി എന്റെ കുടുംബത്തെ, എന്റെ വ്യക്തിപരമായ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി സാധ്യതകളില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും രാത്രി ഈ ദൈവസന്നിധിയിലുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? രാത്രി നിന്റെ കഷ്ടത്തിൽ നിന്ന്, നിന്റെ കഷ്ടതയുടെ മറ്റത്തിൽ നിന്ന് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി നാം ആരും മറന്നു പോകാതെ ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, രാത്രി എന്റെ ജീവിതത്തോട് ഇടപെടണോപ്പാ, രാത്രി എന്റെ ജീവിതത്തോട് ഇടപെടണോപ്പാ. കണ്ണുനീരിന്റെ അനുഭവങ്ങള് ഇന്ന് രാത്രിയുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അവരെ മാറ്റി വിടിവിക്കണമേ എന്ന് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നിമിഷം കൂടെ ദൈവത്തോട് കൂടെ പ്രാർത്ഥിക്കാമോ? രാത്രി നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. രാത്രി നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. പൂർണ്ണമായി വിശ്വസിച്ച് ആരെല്ലാം ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്നു. രാത്രി കഥാവിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, നിന്റെ തലമുറയെ കുറിച്ചുള്ള ഭാരങ്ങളിൽ രാത്രി കഥാവ് ഇറങ്ങി വരുന്ന രാത്രിയായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കൂടെ ദൈവത്തോട് പൂർണ്ണമായി വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹൃദയങ്ങളെ സമർപ്പിച്ച് നിന്റെ വായി വിശാലത്തിൽ തുറക്കാം. എന്നാൽ ഞാനത് നിറയ്ക്കാവുന്ന അറിയിച്ചുകൂടാ അതേ ദൈവത്തിന്റെ സന്നിധിയിൽ രാത്രി ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ അനുഭവിച്ച എന്റെ ഹാലലൂയ ദൈവിക അനുഭവത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ഹാലലൂയ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ രാത്രി അത്ഭുതത്തിന്റെ ദൈവം, അടയാളത്തിന്റെ ദൈവം, എന്റെ കർത്താവ് സ്വർഗം തുറന്ന് ഈ സ്ഥലത്ത് കർത്താവ് പ്രിയ മക്കളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ആത്മാർത്ഥമായി ചില നിമിഷങ്ങളിലൂടെ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാ നന്മയ്ക്കായി മാറിയിരുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മാറിയിരുന്നു ഞാൻ. ഒരു ചെയ്യൽ വീണാലും
എനിക്കായി കരുതിക്കൊണ്ട് എന്നെ ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്നെ ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ ചോദനേ
കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന അന്ന് രാത്രിയായി തീരുവാൻ കർത്താവ് സ്വർഗം തുറന്ന് നമ്മുടെ കർത്താവ് മക്കളെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു ചില നിമിഷങ്ങളിലൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കരുത്. നിന്റെ പുറത്തുള്ള ശരിയല്ല, നിന്റെ ഉള്ളിലെ വിങ്ങൽ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. പുറമോടുകളിൽ നീ ചിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്നാൽ നിന്റെ ഭവനത്തിനകത്ത് നീ നേരിടുന്ന ചില അനുഭവങ്ങൾ രാത്രി കർത്താവ് കാണുന്നുണ്ട്. രാത്രി കർത്താവ് നിന്നെ വിട്ടിരിക്കുന്ന രാത്രിയായി തീരുവാൻ എല്ലാവർക്കും പൂർണ്ണമായി വിനയപ്പെട്ടുകൊണ്ട്, രാത്രി പൂർണ്ണമായി വിനയപ്പെട്ടുകൊണ്ട് രോഗങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ വലത് കരം വെച്ച് പ്രാർത്ഥിക്കാമോ? രാത്രി നിങ്ങളുടെ രോഗങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ വലത് കരം വെച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവ് രാത്രി നിങ്ങൾ തൊടുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയവരാണ്. രാത്രി നിങ്ങളുടെ വലത് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, സമാധാനം നഷ്ടപ്പെട്ടു പോയവരാണ്. മുന്നോട്ട് പോകാൻ സാധ്യതയില്ലപ്പ. കർത്താവ് കടഭാരങ്ങളിലൊക്കെ കർത്താവ് ഭവനത്തിനകത്ത് വല്ലാത്ത കർത്താവ് അസ്വസ്ഥതയാണപ്പ. രാത്രി ദൈവത്തോടെ പ്രാർത്ഥിക്കാമോ? തലമുറകളെ ഉയർത്തോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാമോ? രാത്രി നിന്നെ ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്നാണ് രാത്രി നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ കഥാവ് ഈ കമർഷ്യൽ യോഗ തീരുമ്പോൾ മറ്റൊരു പോലെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തോടെ പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി എന്റെ അനുഗ്രഹത്തോടെ പറഞ്ഞേക്കണമേ എന്ന് ആരെല്ലാം വിശ്വാസത്തോടെ രാത്രി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു, വലുതുറച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രിയ മക്കളുടെ പ്രാർത്ഥനകളോ സ്വർഗം തുറന്ന് പ്രിയ മക്കളെ അനുഗ്രഹിക്കണോ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം ജീസസ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ബലമോ ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ കഴിവല്ല കർത്താവിന്റെ രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപകൊണ്ട് മക്കളങ്ങ് സന്ദർശിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. രാത്രി ആരുമില്ല വേദനയോടെ ഭാരപ്പെട്ട് കരഞ്ഞ കർത്താവ് വളരെ പ്രാർത്ഥിക്കുന്നുവോ? പ്രിയ മക്കൾക്ക് എഴുപത്തിയോ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ആരാധന, ഈ ദേശത്തിന്, ഈ ആലയത്തിന്, ഈ ഭവനത്തിന് കർത്താവ് വലിയ അനുഗ്രഹമായി തീരുവാണ്. രാത്രി നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങളിലൂടെ കൊച്ചുമക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ അപ്പനെ, എന്റെ അമ്മയ്ക്ക് എനിക്ക് ആവശ്യമായി ഞാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാമ്പത്തികമില്ല. അത് വഴികളെ തുറക്കണമേ എന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ ആരെല്ലാം രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങി എല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ആരും ചില നിമിഷങ്ങൾ കണ്ണു തുറക്കാതെ എല്ലാവർക്കും കണ്ണിൽ അടച്ചുണ്ട്. എല്ലാവരുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തുറന്നു വെച്ചാട്ടെ. അല്ലെ കർത്താവിന്റെ രാത്രി രണ്ടാമത്തെ യൂണിറ്റ് കൺവെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റി എഴുതിയ ഒരു രാത്രിയായി തീരുവാൻ, കർത്താവ് ഈ കൺവെൻഷൻ യോഗം എന്റെ ജീവിതത്തെ മാറ്റി എഴുതുന്ന രാത്രിയായി തീരുവാൻ എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പൂർണ്ണമായി വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുണ്ട്. എന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുണ്ട്. കണ്ണീർ വീണാലും ഒത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തിനിറയുമ്പോൾ പണമെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തിനിറയുമ്പോൾ പണമെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നിനെ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നിനെ നിനക്കില്ലാതെ പോകിലും
കൂടെയുണ്ട്. കണ്ണീരു വീണാലും വൃത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തിലിറയുമ്പോൾ അവനെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. തുരുത്തിലിറയുമ്പോൾ അവനെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. കണ്ണുനീരോടുകൂടെ ഗ്രമശുദ്ധാരെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ ആവശ്യത്തോടുകൂടെ ഗ്രമശ പ്രാർത്ഥിക്കുന്നു. ആണി പണങ്ങളേറ്റ് മരങ്ങളുണ്ട്. പ്രിയ മക്കളുടെ മരത്തിന്റെ കഥാവ് ചേർത്ത് വെച്ചുകൊണ്ട് കഥാവ് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു പ്രാർത്ഥിക്കുന്ന കഥാവ്. സമാധാനം നഷ്ടപ്പെട്ടതോ ഇടങ്ങളിൽ കർത്താവിന്റെ രാത്രി സമാധാനം മടങ്ങിവരട്ടെ പ്രാർത്ഥിക്കുന്നപ്പോ ഇന്നത്തെ കൺവെൻഷൻ യോഗം പ്രിയ മക്കൾ കർത്താവ് വേറെ വെച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ പ്രിയ മക്കൾ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ പകർന്ന് കർത്താവ് വരുന്ന നാളുകളിൽ ഈ ദേശത്ത് ഈ ആലയത്തിൽ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അതിൽ നിന്ന് ഈ ആലയത്തിന്റെ കർത്താവ് പ്രത്യേകിച്ച് രാജവംശം കടന്നു വന്ന് പ്രിയ മക്കൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയും അനുഗ്രഹം പ്രിയ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് കാവലായി കോട്ടയായി ദൈവകൃപയായി കർത്താവ് നേരിടുവാനും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം കർത്താവ് ഇടവയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം പ്രിയ അച്ഛനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇത്രത്തോളം ദൈവമറന്ന് കർത്താവ് ശുശ്രൂഷകളെ മാനിക്കുന്ന ഗുണങ്ങൾക്കായി സ്വന്തം യാത്രയുടെ ശുശ്രൂഷകളിലേക്ക് ദൈവകൃപ പകർന്ന് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. സഭാ സെക്രട്ടറിക്കായി സഭാ കമ്മിറ്റി അംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. നമ്മുടെ ശുശ്രൂഷകൾ ദേശത്തിന് അനുഗ്രഹമാകുവാൻ സഭയ്ക്ക് അനുഗ്രഹമായി തീരുന്ന ഗുണങ്ങൾക്കായി സ്വന്തം കർത്താവ്. എന്നാൽ ഈ കർത്താവ് ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവിന് ഒരുപോലെ അനുഗ്രഹിക്കുന്ന കർത്താവ്. നമുക്ക് കർത്താവ് ഈ വാഞ്ച ആരാധിക്കുവാനുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ നന്മയായ ജീവിതത്തിന്റെ അവസാനത്തോളം നിലനിൽക്കുവാൻ നമ്മളാണെങ്കിൽ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് എന്ന് കർത്താവ് ആരാധനയ്ക്ക് മുഖാന്തരമായിരിക്കുന്ന വലിയ സാധനമായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രിയ മക്കളുടെ കുടുംബമായി അനുഗ്രഹിക്കുന്ന കർത്താവ്. ഈ ആരാധനയിലൂടെ പ്രിയ മക്കളെ സന്ദർശിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ അതിന് ദിവസങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ ദൈവത്തിന്റെ ശരീരത്തിലേക്ക് നടത്തി വെച്ചിരിക്കുന്നു. ആ വിഷയങ്ങളുടെ രണ്ട് രാത്രി സ്വർഗം തുറന്ന് പ്രിയ മക്കളെന്ന് സന്ദർശിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എന്റെ ആരാധന കർത്താവിനെ കടന്നു പോകുന്നു. കർത്താവ് ഒരുപാട് ദേശത്തിന്റെ കർത്താവ് പ്രിയ മക്കൾക്ക് ഈ മാനവീയ ദൈവവചനം ഏറ്റവും അനുഗ്രഹമായി നിലനിൽക്കുവാൻ എന്നെ സഹായിക്കുന്നതാണ് സ്തോത്രം. രാത്രി നിങ്ങൾ പ്രിയ കർത്താവേ പ്രിയ ബന്ധുവാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിപ്പിൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും സംസർഗവും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.